എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബസ്മതി അരി എങ്ങനെയാണ് വറ്റിച്ച് നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു നെയ്ച്ചോറ് ബിരിയാണിക്കും ഒക്കെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇങ്ങനെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ കൈമ അരി വെച്ചിട്ട് പ്രഷർ കുക്കറിലൊരു നെയ്ച്ചോറ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് പ്രഷർ കുക്കറിലല്ല ചെയ്യുന്നത്, അതിലും ഈസി ആയിട്ടാണ്. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ നെയ്ച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. ഇത് സെല്ല റൈസ് അല്ല, സാധാരണ ബസ്മതി അരിയാണ്. അപ്പോൾ 240 ml ഇതുപോലെ ഒരു കപ്പിലാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ മസാല തയ്യാറാക്കുന്ന സമയം ആ അരി അവിടെ നിന്ന് കുതിരും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു അരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അടികട്ടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരിങ്ങയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കാം. ഞാനിവിടെ ഈ ഒരു നെയ്ച്ചോറ് മുഴുവനും നെയ്യിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി നെയ്യും പകുതി സൺഫ്ലവർ ഓയിലും വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കോരിയിട്ടുണ്ട്. അതിനുശേഷം 2 പച്ചമുളക് അതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പില. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നെയ്ച്ചോറിന് സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വയനയില, അതുപോലെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഒരു തക്കോലം. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുക ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഒക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ബസ്മതി അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് അരിയിലേക്ക് കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുക. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആ വെള്ളം ഒക്കെ ഊറ്റി കളഞ്ഞിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഒരു 9 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു 9 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഇളക്കി നോക്കാം. അപ്പോൾ ഇളക്കി നോക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റും കൂടി ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കുകയാണ്. എപ്പോഴും ഇത് തുറന്ന് നോക്കരുത്. ഒരു 9 മിനിറ്റ്, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും പകുതി സമയം കൂടെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ കറക്റ്റായിട്ടൊരു 15-16 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബസ്മതി അരി നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കശുവണ്ടി, മുന്തിരിങ്ങ വറുത്തത്, അതുപോലെ തന്നെ ഉള്ളി ഫ്രൈ ചെയ്തത്. ഉള്ളി നിങ്ങൾക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ പാക്കറ്റിൽ വാങ്ങിയിട്ടുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ചൂടിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ ഇത് അടച്ച് വെക്കാതെ ഒന്ന് തുറന്ന് വെക്കാം കുറച്ച് നേരം. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു നെയ്ച്ചോറ് തയ്യാറാക്കി എടുക്കാൻ. കറക്റ്റായിട്ട് അളവിൽ വെള്ളം വെക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. കുക്കറിനെക്കാട്ടിലും വളരെ ഈസിയാണ് ഇത്. കുക്കറിൽ കുറച്ചുകൂടെ കുഴഞ്ഞ് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്